Hi dears, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ഷിബി. ഞാൻ ഇന്ന് ഒരു ഇൻട്രോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് എനിക്കൊരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് കേട്ടോ. അത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊരു കിച്ചൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ മുന്നേ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അൺബോക്സിന് മുന്നേ ഒരു ഇൻട്രോ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻട്രോ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എക്സസൈസിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ കൂടി കാണാം. അപ്പോൾ ആ ബെൽ ഐക്കണിൽ അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോഴത്തേല് അത് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേല് നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് റീച്ച് ആവുന്നത്. അപ്പോൾ അതും കൂടി ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ്. ഒരു യോഗ മാറ്റാണ് കേട്ടോ. ഇത് ഇവിടെ ട്രിവാൻഡ്രം ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കൊണ്ടുവന്നിട്ട് ഓപ്പൺ ഒന്നും ചെയ്തില്ല. ഇതാണ് യോഗ മാറ്റ്. ഇതിടുമ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ കിടന്നോളും. മറ്റുള്ള യോഗ മാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുരുണ്ട് പോകും കണ്ടോ. ഇത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു യോഗ മാറ്റാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് PVC കോട്ടിംഗ് ആണ് കേട്ടോ. ഇതിൽ PVC കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വാഷബിളാണ്. പിന്നെ ഇത് നല്ല തിക്നെസ്സും ഉണ്ട് കണ്ടോ. 8 mm തിക്നെസ്സാണ്. അപ്പോൾ ഇതിന് നല്ല ഗ്രിപ്പും ഉണ്ട്. ഇതുണ്ടോ, നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീഴാനായിട്ടൊക്കെയുള്ള ചാൻസസ് ഒക്കെ കുറയും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഡെക്കാത്തലോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഇപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 20% ഓഫറും കൂടെ കഴിഞ്ഞിട്ട് 2000-നാണ് എനിക്കിത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല യോഗ മാറ്റാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യാനും യോഗ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർ ഡെക്കാത്തലോൺ അടുത്തുള്ളവർ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പ്രസ്റ്റീജിൻ്റെ ഡബിൾ കുക്ക് സ്റ്റേഷനാണെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇതുപോലെ ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതെനിക്ക് ഭയങ്കര ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോഴാണ് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത്. അപ്പം ഇത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ളത് ഫാബറിൻ്റെ അങ്ങനെയുള്ള ഇതിലൊക്കെ കിട്ടും. പക്ഷെ ഇതിപ്പം കൗണ്ടർ ടോപ്പാണ്. പ്രസ്റ്റീജിൻ്റെയാണ്. ഡ്യുവൽ എന്താ പറയുന്നത് കുക്ക് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിൽ നമുക്ക് സാധാരണ എപ്പോഴും നമ്മൾ സിംഗിൾ അല്ലേ കാണുന്നത്. അപ്പോൾ ഇത് ഡബിളായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഒത്തിരി ഇതായിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കുകയാണേ. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. രണ്ട് സ്റ്റൗവാണ്, രണ്ട് ഇതുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഫങ്ഷൻസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം 2000 വാട്ട്സും ഒരെണ്ണം 1200 വാട്ട്സുമാണ്. അപ്പം ഇതിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേൽ കാണാട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, പക്ഷെ അതിൽ വേറെ അധികമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഫിഷ് കട്ടിങ് കാണിക്കുകയാണ്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ
എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത മീനാണ് മേടിക്കാറ്. ഇവിടെ ഈ മീനിൻ്റെയൊക്കെ ഈ വേസ്റ്റൊക്കെ കളയാൻ കോർപ്പറേഷൻ വന്ന് എടുക്കും. പക്ഷേ തലേദിവസം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുമ്പോഴേ പിറ്റേ ദിവസം ചിലപ്പോൾ അവരെങ്ങാനും വരാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരിക്കലും മീൻ മേടിക്കാറില്ല. പക്ഷേ ഈ ഒരു കുട്ടി, ഒരു ശരത്ത് എന്നും പറഞ്ഞിട്ട് ഒരു കുട്ടി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ചേച്ചി മീൻ കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാവോന്ന്. അപ്പോൾ ശരത്ത് കാണുന്നുണ്ടെങ്കിൽ ശരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മീൻ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. പിന്നെ വലിയ മീനൊക്കെ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രോളിങ് ടൈമാണ്. പിന്നെ ഒരു വലിയ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കട്ട് ചെയ്ത് തന്നെ മേടിച്ചു. കാരണം എൻ്റെ കൈക്ക് ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടേ. അപ്പോൾ എനിക്ക് വലിയ മീൻ കട്ട് ചെയ്യാൻ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊന്ന് കൈയൊന്ന് ശരിയായി കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ശരത്തെ കണ്ടോളൂ. ഇതിപ്പോൾ മത്തിയാണ്. മത്തി ഞാൻ ആദ്യം എല്ലാം നമ്മൾ ഈ മീൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അതിൽ കുറേ ഇതുണ്ടാവും, മണ്ണൊക്കെ ഉണ്ടാവുമേ. അത് ഈ തിരുവനന്തപുരത്ത് മീൻ മേടിക്കുമ്പോൾ ഉള്ളൊരു ദോഷം ഞാൻ കണ്ടത് അതാണ്, ഈ മണ്ണ് വെച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മുഴുവൻ നമ്മളുടെ ഈ മണ്ണിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഞാനത് ആദ്യം മീൻ കൊണ്ടുവന്ന ഉടനെ ഒരു 3-4 പ്രാവശ്യം മീൻ കട്ട് ചെയ്യുന്നതിന് മുമ്പേ അത് കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ ഈ സ്കെയിൽസ് ഉണ്ടല്ലോ, ചെതുമ്പൽ എന്ന് പറയുന്നത്, അത് മുഴുവൻ എല്ലാ മീനിൻ്റെയും കളഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ പിന്നെ അത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ചെതുമ്പൽ ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സൈഡിലുള്ള അതിൻ്റെ ചിറകൊക്കെ വെട്ടിക്കളഞ്ഞ് തലയും കളഞ്ഞ് വാലും കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഇങ്ങനെ ഒരു അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ വൃത്തിയാക്കി പൈപ്പിൻ്റെ അടിയിൽ വെച്ച് തന്നെ അതൊന്ന് കഴുകിയാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മീൻ കട്ട് ചെയ്യാനപ്പോൾ അധികമൊന്നുമില്ല, എന്നാലും കുറച്ച് സമയമെടുക്കും. ഇതുപോലെ വാല് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സൈഡിലുള്ള ഈ ചിറകുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിസർ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മത്തിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ചിലർ മത്തിയുടെയൊക്കെ തലയൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ഒരു മീനിൻ്റെയും തല എടുക്കാറില്ല. എനിക്ക് തല കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശരത്തിന് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇനിയും മീൻ കുറച്ചുകൂടെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് കുറച്ച് മീൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് കുറച്ച് അധികം മീൻ തന്നെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ചിലതിൻ്റെത് അവർ ആദ്യം തല മാത്രം കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ മീൻ എന്നിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഉപ്പും വിനീഗറിലും ഇട്ടിട്ട് മീനൊന്ന് നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 2-3 വട്ടം കഴുകിയതിന് ശേഷം ഇതുപോലെ ഇത് മത്തി വറുക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പം മീനൊന്ന് വരഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇടയ്ക്കായിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കണം. എന്നാലേ ആ മസാല കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ പോവുള്ളൂ. ഇങ്ങനെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മീനിൽ ചിലർ വരയത്തേ ഇല്ല, ചിലർ ഒരു വരയൊക്കെ ഇട്ടിട്ട് പോകുന്ന കാണാം. എനിക്കറിയില്ല അപ്പം മീനിൽ എത്രത്തോളം മസാല പിടിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അടുപ്പിച്ച് ഇതുപോലെ വരകൾ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും നമ്മൾ തേക്കുന്ന മസാല കംപ്ലീറ്റ് ആയിട്ട് അതിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ പാത്രങ്ങളും ആ മീൻ കഴുകിയ പാത്രങ്ങളും ഇതെല്ലാം ഞാൻ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചാണ് കഴുകുന്നത് കേട്ടോ. ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ നന്നായിട്ട് കഴുകി വെച്ചേ. അതിനുശേഷം മുളക് പുരട്ടാനായിട്ട് മുളക് പൊടി, ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് മീൻ മുളക് പുരട്ടി വയ്ക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇടാം. എനിക്ക് മത്തിയിലൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞാൻ ഇവിടെ എല്ലാം എന്നിട്ട് ക്ലീൻ ചെയ്യണം. മത്തിയൊക്കെ ആകുമ്പോഴത്തേലും ഭയങ്കര ഉളുമ്പ് മണമാണ്. അതുകൊണ്ട് ഹാൻഡ് വാഷ് സോപ്പില്ലേ, നല്ല മണമുള്ള സോപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പാത്രങ്ങളും കത്തിയും ആ സിസറും പിന്നെ ഈ കിച്ചൺ സിങ്കും ഒക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്ത് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ ചെയ്ത് വെച്ചതാണേ. അതിനുശേഷം ഇത് പിറ്റേ ദിവസത്തെയാണ്. ഞാൻ അൺബോക്സിങ് കാണിച്ചതിൻ്റെ അന്ന് രാവിലെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ ചോറ് വയ്ക്കാനായിട്ട് നമ്മുടെ പുതിയ
കുക്ക് ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കപ്പ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നില്ലേ കുറച്ച് ചൂര മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂര മീൻ കറിയും വെക്കണം, കപ്പ, പിന്നെ മത്തി ഫ്രൈ. ഇത്രയാണ് ഇന്നത്തെ ചോറിൻ്റെ കൂടെയുള്ള കറികൾ. അപ്പോൾ ഇത് ചൂര എന്ന് പറയുമ്പോഴത്തേൽ ഇവിടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ആ മീനിന് ചൂര എന്നാണ് പറയുന്നത്, തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ കുടുത എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഞാൻ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കപ്പയൊക്കെ അരിയുന്നത്, അല്ലാണ്ട് കയ്യിൽ വെച്ചിട്ട് അരിയാനായിട്ട് എനിക്ക് വലിയ വയവില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി. അപ്പോൾ കപ്പയിലും ഞാൻ ഈ പറഞ്ഞ പോലെ മീനിലുള്ള പോലെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയാലേ അതിൽ മണ്ണിൻ്റെ അംശങ്ങൾ പോളൂ. ഇല്ലെങ്കിൽ നമ്മൾ എത്ര അതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം കഴുകിയതുകൊണ്ട് അതിലെ മണ്ണ് പോകത്തില്ല. കഴിക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഒരു പ്രാവശ്യം കപ്പയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുത്ത് കേട്ടോ. അത് ഊറ്റിയെടുത്ത് വീണ്ടും ആ കപ്പയിൽ വെള്ളം വെച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 പ്രാവശ്യം തിളപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ ഒരു ചാനലിൽ ഇങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനെ കപ്പയിൽ നമ്മൾ എത്ര തിളപ്പിച്ചായിരുന്നാലും അതിലൊരു വിഷാംശം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം തിളപ്പിച്ച ആ വെള്ളം ഊറ്റിയതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം എന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് കപ്പയിൽ വെള്ളം ഒഴിച്ചതിൽ ഞാൻ അതിനാവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ കപ്പ പിന്നെ നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കപ്പ നന്നായിട്ട്. അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണേ. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാവരും ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് കപ്പ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ തേങ്ങ ഇട്ടിട്ട് ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഹസ്ബൻഡിന് തേങ്ങ ചേർക്കുന്ന കറികൾ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തേങ്ങ ചേർക്കില്ല. അതിന് പകരം ഞാൻ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി എടുത്ത് അതൊന്ന് ചോപ്പറിൽ അരിഞ്ഞെടുത്തു. ഇതിൽ ഞാൻ ചെയ്തിരുന്നപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അതിൽ കടുക് പൊട്ടിച്ചു ആ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഈ ചില്ലി ഫ്ലേക്സും ഇട്ട് അത് നന്നായിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ എങ്ങാനും ആ കപ്പയുടെ ഇതനുസരിച്ച്. എൻ്റെ ചില്ലി ഫ്ലേക്സിൽ എരിവ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തത്. ചില്ലി ഫ്ലേക്സ് എരിവുള്ളവർ അതനുസരിച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഈ കടുക് വറുത്തത് ഈ കപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ കപ്പ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ മീൻ കറിക്കുള്ള ഒരു വലിയ സവാളയാണ് കേട്ടോ, അതും ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഇത് ഇത്രയും ഇട്ടിട്ട് ചോപ്പറിലൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു ഇത്തിരി ട്രിവാൻഡ്രം സ്റ്റൈലിലെ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നാളികേരം തേങ്ങ എന്തായിരുന്നാലും അത് നന്നായിട്ടൊന്ന് ഇത്തിരി വെള്ളവും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മീൻ വറുക്കാനായിട്ടും അതിനെ അടുത്ത് ഞാൻ മീൻ കറിക്കുള്ള ആ ചോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇത് മുഴുവൻ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് അത്രയും ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത്, ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണ്, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി. എന്നിട്ട് ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി ആയതുകൊണ്ട് കുടംപുളി ചേർക്കില്ല കേട്ടോ, അതിന് പകരം വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇപ്പം നേരിട്ട് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഒഴിക്കേണ്ടത്. പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ അത് ഒഴിക്കുന്നതിന് പകരം തിളച്ച വെള്ളം അതങ്ങ് ഒഴിച്ചു പോയി. കാരണം ഇപ്പുറത്ത് ഈ മീനും അതും കൂടിയൊക്കെ ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ തേങ്ങ അരച്ചത് അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരയണം. എന്നിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ഒരു 1.5 മുരിങ്ങയ്ക്ക
അതും കൂടെ ഇട്ടിട്ടാണ് ഈ മീൻകറി വെക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയിൽ എപ്പോഴും മുരിങ്ങയ്ക്ക ഉണ്ടാവും കേട്ടോ. മുരിങ്ങയ്ക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ സ്ലിറ്റ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ മീൻ ഞാൻ തലേദിവസം ചൂരയാണ് കേട്ടോ. അപ്പം മീൻ കഴുകി ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ. അപ്പോൾ അത് എടുത്തിട്ടും അതിൻ്റെ ഐസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് നന്നായിട്ട് എല്ലാം വിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മത്തിയിൽ ഞാൻ മത്തി ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ മീൻ വറുക്കുമ്പോൾ മീനിൽ ആ കറിവേപ്പിലയുടെ മണവും കൂടെ വന്നിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.